പുഴ പോയി മഴ പോയി പുളിനങ്ങളിൽ നേർത്ത ജലമർമ്മരത്തിൻ്റെ ചേലുപോയി. ഹരിതാഭ പൊയ്പോയി സുഗന്ധവും കുളിരുമായി ഒരു തെന്നലെത്താത്ത കാലമായി. കരിമേഘമില്ലാത്ത പകലുപോൽ കനകാഭ ചൊരിയുന്ന നക്ഷത്രമണ്ഡലം പോൽ ഒരു സ്വപ്നമുണ്ടുള്ളിലതു മാത്രമാണിനി വിപണനം ചെയ്യുവാനേക വസ്തു. കുളിമറക്കം കൊച്ചു കൂട്ടരെ നമ്മൾക്കു കുളിയും കളിയും മറന്നിരിക്കാം. കുടിനീരിനായി കുമ്പിൾ കുത്തിയ കയ്യുമായി തെരുവുതോറും നടന്നിരവു തേടാം. ഗതി മാറിയൊഴുകട്ടെ പമ്പയെന്നാലെന്ത് ഗതി നമ്മൾ മുന്നോട്ടൊരുക്കയല്ലേ. തല തിരിഞ്ഞാലെന്ത് തലയില്ല എങ്കിലെന്തറിയില്ലവയുടെ പാഠഭേദം. ഒരു കൈക്കുടന്ന തെളിനീരുമായി കടവിലൊരു മാത്രയങ്ങനെ നിന്നിടുമ്പോൾ പിറകിൽ നിന്നാരോ വിളിച്ചു ചൊന്നിടുന്നു, വില തന്നു വേണം ജലമെടുക്കാൻ. അതു കേട്ടു ഞെട്ടിത്തെറിച്ചു കയ്യിൽ നിന്നു ജലമത്രയും വീണു ചിതറിടുമ്പോൾ കഠിനകാലത്തിൻ്റെ കൽപ്പടവിൽ നിന്ന് നിലവിളിയോരോന്നുയർന്നു കേൾപ്പൂ. വിലതരില്ലാർക്കുമീ നദി അമ്മയാണെൻ്റെ വിലയറിയാത്തൊരു നിധിയുമാണ്. വിലതരില്ലാർക്കുമീ നദി എൻ്റെ ഉയിരാണ്, വിമല ജന്മാർജിത പുണ്യമാണ്. ഏകലോചനം ചെയ്യാനറിയാവുന്ന ഏക കഥകളി നടൻ ഈ കാരക്കലീശ്വരൻ നമ്പൂരിയാണ്. ഈ ഏകലോചനം കൊച്ചു കാര്യമാണോ? മുഖത്തിൻ്റെ രണ്ട് ഭാഗത്ത് രണ്ട് ഭാവങ്ങൾ വരണം ഒരേ സമയത്ത്. എന്താ കഴിയോ? അതറിയാവുന്ന ഒരാളും ജീവിച്ചിരിപ്പില്ല, ഈ ഞാൻ ഒഴികെ. തകഴി കുഞ്ചുകുറുപ്പ് ഈ മലയാളം കണ്ട മഹാകഥകളി നടൻ. അദ്ദേഹം ഡൽഹിയിൽ പോയി പ്രസിഡന്റ് രാധാകൃഷ്ണന് മുമ്പിൽ കഥകളി ആടി. സാക്ഷാൽ രാധാകൃഷ്ണൻ തലപ്പാവൂരി അദ്ദേഹത്തെ വണങ്ങി എന്നാണ് കഥ. അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ മഹാനടൻ തോട്ടം ശങ്കരൻ നമ്പൂരി, എൻ്റെ അഭിവന്ദ്യ ഗുരു. ഞാൻ ആരാകേണ്ടവനാ? പറ്റിപ്പോയി, എപ്പോഴോ പറ്റിപ്പോയി. കുരുത്തക്കേട്, ഈ കുരുത്തക്കേട് ഞാൻ അർഹിക്കുന്നുണ്ടോ മാപ്പിളെ? തലയിലുറയ്ക്കാത്ത കിരീടം, അരയിലുറയ്ക്കാത്ത കച്ച. എടോ മാപ്പിളെ, നിന്നെ ഞാൻ ഒരിക്കലും മറക്കില്ല. മനസ്സിലാകുന്നുണ്ടോ നിനക്ക്? നിന്റെ മനസ്സ് ഞാൻ കാണുന്നു. അവളെ പൊന്നുപോലെ ഞാൻ വളർത്തിക്കൊണ്ടുവരുന്നത്. പക്ഷേ നല്ല നിലയിലെത്തിക്കാൻ ജാതിയും മറ്റും മറക്കേണ്ട കാലമായി നമ്മുടെ ഈ ദൈവത്തിൻ്റെ നാടിന്. ഗ്ലോബലേഷൻ്റെ കാലമല്ലേ ഇത്? നീ എനിക്ക് ഡോളറല്ലേ കിമ്പളം തരുന്നത്? നമ്മുടെ പുരയിടവും ഗ്ലോബലേഷൻ്റെ ഭാഗം തന്നെ. ഒരുണങ്ങിയ വേലി, അത് ചെതൽ നിന്ന് തീരുമ്പം നമ്മളെല്ലാം ബന്ധുക്കളും. പോരാ പോരാ ഇരട്ടിച്ചാട്ടെ. ഇത് നിനക്ക് തന്നെ വേണ്ടിയാ മാപ്പിളെ. അവളുടെ തടി നിനക്കുള്ളതല്ലേ? എടോ നമ്പൂരി, ഈ നന്ദി എന്നൊരു വാക്ക് മുദ്രയാക്കിയെങ്കിലും ഒന്ന് കാണിച്ചിട്ട് പൊയ്ക്കൂടെ?
അതൊരു ശാപമാണോ നമ്മുടെ ഭാഷയുടെ? നന്ദിന്ന് എത്ര പേര് ഈ നാട്ടിൽ പറയും. അതുകൊണ്ട് തന്നെ നമ്മുടെ മഹാരഥന്മാരാരും അങ്ങനെ ഒരു മുദ്രയെപ്പറ്റി ചിന്തിച്ചിട്ടില്ല. നാണക്കേടാടോ മാപ്പിളെ, നമ്മുടെ സംസ്കാരത്തിന് തന്നെ നാണക്കേട്. എന്നാലും താങ്ക്സ്. അമ്മയ്ക്ക് മരുന്ന് വാങ്ങാനും മറ്റും കാശ് തീരാറായി. അമ്മാവനെന്നെ കാണാൻ വന്നില്ലെങ്കിൽ എല്ലാരും പട്ടിണിയാവും. ഇട്ടേച്ച് പോയാലും കുഞ്ഞിനെ തന്ന അച്ഛനെ മറക്കാൻ ഒക്കത്തില്ല. മോനെ, പെറ്റിടുന്നത് നമ്പൂരിശാരാണെങ്കിലും അച്ഛൻ്റെ ഗുണദോഷങ്ങളൊക്കെ കാണും. അതിപ്പോ ശാപമാവാം, നല്ലതിനും ആവാം. ഒരമ്മയുടെ തലയിലെടുത്ത് പോലെ ഇരിക്കും. പെണ്ണ് സ്ത്രീ ആവുന്നതേ വേലി കഴിക്കുമ്പോഴല്ലയോ പണ്ടൊക്കെ. എന്റെ മോടെ കഷ്ടപ്പാടും മറ്റും ഞാനും കാണുന്നില്ലയോ. ദാ നോക്ക്, പെണ്ണ് ഭരിച്ചാലും വാഴിയാലും അവസാനം പുരുഷന് നൊമ്പരം കൊള്ളിക്കാനുള്ള സൗന്ദര്യവും മാംസവും തന്നെ. മോനമ്മ നമ്പൂരിശാര് പറയുന്നതൊക്കെ മനസ്സിലാവുന്നുണ്ടോ? പറയുന്നതും പറയാത്തതും ഒക്കെ മനസ്സിലാവുന്നുണ്ട്. വാ. ആ അയ്യോ, എൻ്റെ അയ്യപ്പ. വാടകയെന്ന് കരുതി വാങ്ങിച്ചാൽ മതി. പൈസ എൻ്റേതല്ല. വല്ലപ്പോഴേ സ്വന്തം സമ്പാദ്യത്തിന് അമ്മ ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കാറുള്ളൂ. ഡയറക്ടറായ പിരിഞ്ഞ്. പക്ഷേ അത് വെച്ചോളൂ. പച്ചക്കറി എണ്ണയും തീർന്നിരിക്കാം. അമ്മയുടെ മരുന്നിന്റെ റെസിറ്റ് ഞാൻ ഇപ്പോൾ കൊണ്ടുവരാം. പൊടിയരി 1 കിലോ മതിയാവും. അമ്മയ്ക്ക് വലിയ കൊതിയാ പൊടിയരി കഞ്ഞിയും പാവയ്ക്കാൻ മെഴുക്കുവരട്ടിയും. പൊടിയേരി ഉണ്ടോ? നമ്പൂരിയാണല്ലേ? കാരക്കാമഠത്തിലെ ബന്ധുവാണെന്നും
മിടുക്കനാണെന്നും ഒക്കെ കേട്ടു. നന്നായി. എത്രക്കാ പൊടിയേരി? 1 കിലോ മതിയാവും. എന്തോന്നായി?